ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും സമ്മർ കാർണിവൽ കാണാൻ വേണ്ടി പോവേണ്ട. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മച്ചി വാപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മായി സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അമ്മായി നമ്മുടെ ഒപ്പം പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്താത്താസും ആൻഡ് ഫാമിലീസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയും 2 കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ എത്തിച്ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ അവിടെ എൻട്രി ചെയ്യിക്കുന്നുണ്ടായിരുന്നില്ലായിരുന്നു. പുറത്ത് നമുക്ക് വെയിറ്റ് ചെയ്യണമായിരുന്നു. അതിനുശേഷം ഓരോ തിരക്ക് ഒഴിയണനുസരിച്ചായിരുന്നു കേട്ടോ നമ്മൾ അവരെ അകത്തോട്ട് കയറ്റി വിടണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഇങ്ങനെയൊക്കെയോ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. കാർണിവലിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിലാണ്. പെർ 100 റുപ്പീസ് ആയിരുന്നു കേട്ടോ പെർ ഹെഡ് വരുന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബാക്ക് സൈഡിൽ കൂടിയാണോ എൻട്രി ചെയ്തത് അറിയാൻ പാടില്ല. നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ തന്നെ നമുക്ക് റൈഡ്സ് ഒക്കെ ഉണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊന്നിലും കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാന്താണ്, ഒരു ഇതില്ല. തെറിച്ചു ചോദിക്കാൻ ആ സമാനം പറയും. എവിടെ വന്നേക്കണേ സാർ? അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് എൻട്രി ചെയ്യുന്നതിനാണ് 100 റുപ്പീസ് ടിക്കറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ കയറി വന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണണ്ടായിരുന്നത്. ഫുൾ ഇരുട്ടായിരുന്നു, ആരും ഒന്നും കാണാനൊന്നും പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെയാണ് ഫുള്ളും ആണെന്നാണ്ട് ഓർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അകത്തോട്ട് കയറിയപ്പോൾ പിന്നെ അവിടെ ഒരുപാട് ബേർഡ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്നേക്സ്, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാറ്റ്സ്, ബംഗാൾ, വെറൈറ്റി സാധനങ്ങളായിരുന്നു, ആനിമൽസ് ആയിരുന്നു. പിന്നെ അവിടെ തന്നെ നമുക്ക് ഇതേപോലെ സ്നേക്സിനെയൊക്കെ അവർ കയ്യിൽ വെച്ച് തരുമായിരുന്നു. അത് വേറെ സെപ്പറേറ്റ് ആയിരുന്നു. അപ്പോൾ അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണമായിരുന്നു. പിന്നെ അതാരും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അടുത്തത് വലിയ പാമ്പാണ്. ഹലോ ആമാ മടക്ക് അടുത്ത പാമ്പ് അങ്ങനെ അവിടുത്തെ കിളികളുടെ കലബിലേക്ക് കേട്ടതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയായിരുന്നു മെർമെയ്ഡ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ പാണ്ട ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു. അവിടെയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാവരും സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാണ്ടയിൽ നമ്മൾ ചെന്നതിന് നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരും, ഓടി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ മേത്ത് ഇങ്ങനെ വന്ന് കുത്തണുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ കുറേ പേരൊക്കെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം വരുന്ന സെക്ഷനാണ് കേട്ടോ ഇത് ഡോം തിയേറ്ററിൻ്റെ. അപ്പോൾ അതിൽ എൻട്രി നമ്മൾ ആദ്യം എടുക്കുന്ന ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ് ഇതിൻ്റെ എൻട്രിയും. അങ്ങനെ അതിൽ ഒരുപാട് ക്യൂ നിൽക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒറ്റ ക്യൂ ഇതിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് കയറ്റണം ഇതായതുകൊണ്ട് പിന്നെ കാര്യമായിട്ട് അധികം നേരം നിൽക്കേണ്ടി വന്നില്ല. പിന്നെ അവിടെ കുറച്ച് ഇടിയൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് അങ്ങനെയല്ല, കുറച്ച് ആർഗ്യുമെന്റ്സ് എന്താ അതായത് ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് പേരൊക്കെ വന്നിട്ട് ഇങ്ങനെ മുമ്പിലൊന്ന് കയറി അങ്ങനെ കുറച്ച് ഒന്നും തള്ളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ റോബോട്ടായിരുന്നു. ഈ റോബോട്ട് 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിരുന്നു. ആകെ ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ അതിൻ്റെ ഓപ്പറേറ്റർ തൊട്ടടുത്തല്ലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കത് ലൈവായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. സന ഹായ് കൊടുക്ക്. ഇതോട് കൂടി നമ്മുടെ കാർണിവലിൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം പിന്നെ കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് അവർ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലോത്ത്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫുഡ്സിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ പിക്കിൾസ്, ടോയ്സ്, പിന്നെ നമുക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതല്ലാണ്ട് പിന്നെ നമ്മുടെ ബെഡ് ഫർണിച്ചേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സന എന്തെങ്കിലുമൊക്കെ അതേ ഇതേപോലത്തെ ചെയറിലൊക്കെ ചാരി എന്നൊക്കെ നോക്കുന്നുണ്ടായി. നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്തില്ല, ഡെമോക്ക് വേണ്ടി വെച്ചേക്കണതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കോർട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവറും അതേപോലെ തന്നെ എഗ് ബജിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.